ആർക്ക് ഔദ്യോഗികമായിട്ട് വരണേ, അല്ലാതെ എനിക്കും വേറെ പണിയുണ്ട്. ഇതൊക്കെ വെറുതെ ആയതല്ല, ഔദ്യോഗികമായിട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ. ഇത് ഇപ്പൊ ഞാൻ തങ്ങളെ കയ്യിൽ കൊടുത്തത് തഫ്സീലിയായ സനദ, വിശദമായ സനദ്. രണ്ട് വിധം, സനദ് മുഖ്തസറുണ്ട്, സനദ് മുഫസ്സലുണ്ട്. മുഫസ്സലാണ് ഞാൻ കൊടുത്തത്. സനദ് മുഖ്തസർ അത് മർക്കസിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഹുദവിക്ക് കാണിച്ചു കൊടുത്തു. सल्लल्लाहु अलैहि वसल्लम से मोहन मुबारक फकीर बुजुर्गों से मशहूर होते हुए जनाब इकबाल वली मोहम्मद दारिया वाला सरदारी वाले के पास आयत और इस्लाम से महफूज है. उन्होंने इसी मोहन मुबारक की साले मुबारक आपके शरण की जैसी അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അതിനിവിടെ മുടക്കമൊന്നുമില്ല, സെനദില്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, എന്തായാലും പണ്ട് ഒരാൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും പറഞ്ഞ് കലമ്പിവിടണോ, എന്തെങ്കിലും പറഞ്ഞ് കലമ്പിവിടണോ ചങ്ങായി പറഞ്ഞതാ. അതിൽ എന്തെങ്കിലും പറഞ്ഞ് കലമ്പാൻ തീരുമാനിച്ച ആ പ്രശ്നം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവര് തന്നെ വ്യക്തമായി ഷെയ്ഖ് ഹസ്റജി അവരുടെ കൈവശത്തിൽ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം അത് വേൾഡിൽ അറിയപ്പെട്ടതാണെന്നും അതുപോലെ അത് രേഖയുള്ളതാണെന്നും നേരത്തെ പ്രഖ്യാപിക്കുകയും അത് ശൈഖുന ഉസ്താദ് അവരുടെ കയ്യിൽ വന്നപ്പോൾ അത് വ്യാജമാണ്, 100% വ്യാജമാണ് എന്ന് പറയുകയും ചെയ്യുന്നത് കേട്ടാൽ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ അംഗീകരിച്ച ഒരു കൂട്ടര് ഇപ്പൊ തള്ളി പറയുമ്പോ ഇത് അസൂയ കൊണ്ട് മാത്രമാണ് എന്ന് ആർക്കും ബോധ്യപ്പെടും. അവരുടെ കൂട്ടത്തിൽപ്പെട്ട അലവിക്കുട്ടി ഹുദവി, അദ്ദേഹം ഹസ്റജിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിപാടിയിൽ പങ്കെടുത്ത് 5 മിനിറ്റ് പ്രസംഗിച്ച്, എന്നിട്ട് അവിടെ ആധാറ് വെച്ച് ബറക്കത്തെടുക്കുന്നതിന് അനുമോദനം നടത്തി എന്ന് കോഴിക്കോട്ടെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് തന്നെ പറഞ്ഞു. എന്നിട്ട് അനുമോദനം നടത്തിയതിന്റെ പുറമെ അദ്ദേഹം സ്വന്തം പുറത്തിറക്കിയ ലഘുലേഖയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ കെഞ്ചി നോക്കി ഒരു മുടി കിട്ടാൻ വേണ്ടി, എനിക്ക് തന്നില്ല. തരാതിരിക്കാൻ കാരണം പറഞ്ഞത് ഇതൊരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും എന്നാണ്. അതേ ലഘുലേഖന്റെ ഇപ്പുറത്ത് അല്ലാഹു തആല അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചു, അവിടുന്ന് എല്ലാവർക്കും മുറിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തരാതിരുന്നത് ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും എന്ന് ശൈഖ് പറഞ്ഞു. അതേ ലഘുലേഖന്റെ ചോട അയാൾ എന്നെ പറയുന്നത് എല്ലാവർക്കും മുറിച്ച് കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സംശയമായി. പിന്നെ അദ്ദേഹത്തിന് ചോദിച്ചൂടെ, എല്ലാവർക്കും കൊടുക്കുമ്പോൾ എനിക്കും തരണമെന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ ആ ലഘുലേഖ പച്ചക്കള്ളമാണ് അലവിക്കുട്ടി ഹദീബ് പറഞ്ഞത് എന്നതിന് ഏത് ബുദ്ധിയുള്ളവരും അറിയാം. ഷെയ്ഖ് ഹസ്റജിയുടെ വീട്ടിൽ തിരുനബിയുടേത് എന്ന പേരിൽ ഒരു കേശപ്രദർശനം സാമാന്യം ഗംഭീരമായി തന്നെ നടത്താറുണ്ട്. എന്തായാലും അബൂദാബിയിൽ ഗംഭീര. ഇക്കഴിഞ്ഞതിന് മുമ്പുള്ള റമദാനിലെ പരിപാടിക്ക് ഞാനും പോയിരുന്നു. സദസ്സിൽ 5 മിനിറ്റ് നേരം അറബിയിൽ പ്രസംഗിക്കുകയും ചെയ്തു. ഹസ്റജിയുമായി പരിചയപ്പെടുകയും ദാറുൽ ഹുദയിൽ വന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഒരു മുടിയെങ്കിലും എനിക്ക് തന്നുകൂടെ എന്ന് ഞാൻ ഹസ്റജിയോട് കെഞ്ചി നോക്കി. പക്ഷേ അദ്ദേഹം തന്നില്ല. ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരില്ലേ, അതുകൊണ്ട് നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ കെഞ്ചി നോക്കിയിട്ടുണ്ട്, കിട്ടാനില്ല. പിന്നെ അദ്ദേഹം പറയുന്നത്, പക്ഷേ അന്നും ഇന്നും എന്റെ മനസ്സിലേറെ അത്ഭുതം ജനിപ്പിച്ച ഒരു കാര്യം ആ മുടിക്കെട്ടിന്റെ ആധിക്യം തന്നെ. പിന്നെ ഈ സംശയമുള്ള പിന്നെ ഇയാൾ തന്നെ കെഞ്ചി. ഒരു സാധനത്തിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഇയാൾ കെഞ്ചാൻ പോകണം. ഇയാൾക്ക് തുഞ്ചാൻ പോയിക്കൂടെ? ഇയാളെന്തിനാ കെഞ്ചാൻ പോയത്? ഇനിയോ എന്നിട്ട് ഇയാൾ പറയുന്നത് എന്താ? ഇയാൾ പറയുന്നത് പിന്നെ കുറച്ച് എഴുതിയിട്ട് ശേഷം പറയാണ്,
അന്ന് സദസ്സിൽ കൂടിയ പല അറബികൾക്കും അടുപ്പക്കാർക്കും യാതൊരു വീര്യവും കൂടാതെ ഹസ്റജി തന്നെ അവിടെ വെച്ച് മുടി ഓശാരമായി വിതരണം ചെയ്യുന്നത് കണ്ടു. പിന്നെ ഹസ്റജി അയാളോട് പറഞ്ഞ് നിങ്ങൾക്ക് തന്നാൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരൂലേ? എന്നിട്ട് അന്ന് തന്നെ അയാളെ മുന്നിൽ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യോ? അപ്പൊ ഇയാള് പറഞ്ഞത് ശുദ്ധ കളവാണ് എന്ന് ഓർച്ചില്ലേ? ഇനി കണ്ടോ, എത്ര കൊടുത്താലും തീരാത്ത അത്രയും മുടിനാരുകൾ കയ്യിലുണ്ട്, പിന്നെന്താ കുറെ അങ്ങ് കൊടുത്താലും എന്ന മട്ടിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കള്ളസാക്ഷികൾ ഉണ്ടാക്കി ഇതിനെ ചോദ്യം ചെയ്തത് അസൂയയുടെ പേരിൽ അല്ലെങ്കിൽ പിന്നെ എന്തിന്റെ പേരിലാണ്? ആർക്കാണ് ഇത് മനസ്സിലാകാത്തത്? ഏത്